ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വസന്തം പറയാണ്, മധു ഞാനൊരു കാര്യം പറയാം, നമുക്ക് അർജുനോട് ഇക്കാര്യങ്ങൾ പറയാണ് നല്ലത്. അർജുനോട് പറഞ്ഞു കഴിഞ്ഞാൽ അർജുന് ഓരോ പോയിന്റിനും അതിനർത്ഥം കണ്ടുപിടിക്കാൻ കഴിയും. ചെറിയൊരു സൂചന ഇട്ട് കൊടുത്താൽ മതി, വക്കീലല്ലേ എന്നുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ മധു പറയും അത് വേണ്ട, അർജുൻ്റെ ഭാര്യയാണ് ഈ പറയുന്ന പൂജ എന്ന് പറയുന്നവൾ. അതുകൊണ്ട് തന്നെ എന്ത് പറഞ്ഞാലും നമ്മളത് പൂജയെ കുറ്റപ്പെടുത്താനെന്നാണ് അർജുന് തോന്നുന്നത്. അതാണ് വക്കീൽ ബുദ്ധിയൊന്നും പ്രയോഗിക്കാത്തതെന്ന് പറയാം കേട്ടോ. അപ്പോൾ അത് കേൾക്കുന്ന വസന്തം പറയാൻ ശരിയാണ്, അർജുൻ ഒരു വക്കീലായിട്ടും അവന് ആ ബുദ്ധി വരുന്നില്ല, അവൻ്റെ ഭാര്യ ആയതുകൊണ്ട് തന്നെയാണ് എന്ന് വസന്തം പറയണേ. അതേസമയം മധു പറയണേ, എൻ്റെ ചേച്ചി ഉണ്ടല്ലോ അരുണിമ ചേച്ചിയോട് പറയുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അരുണിമ ചേച്ചിയോട് കാര്യങ്ങളൊക്കെ അങ്ങ് പറയാം എന്ന് പറയുമ്പോൾ വസന്തം പറയണേ, അത് ശരിയാണ്, അരുണിമ ചേച്ചിയോട് കാര്യങ്ങൾ പറയാമെന്ന് പറയണേ കേട്ടോ. എന്നാൽ ഈ സമയം വീടാകെ ഇളകി മറിഞ്ഞതിൻ്റെ ടെൻഷനാണ് അർജുൻ്റെ ഉള്ളിൽ. അങ്ങനെ അർജുൻ വളരെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. കാരണം അർജുന് സത്യാവസ്ഥകളൊക്കെ അറിയാം. പക്ഷേ ഒരിക്കലും ഈ ഒരു റാണിയെ അർജുൻ സപ്പോർട്ട് പുറത്താക്കാത്തതും സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നതും അതിൻ്റേതായ ഒരു കാരണമുണ്ട് കേട്ടോ. കാരണം ഹേമചന്ദ്രൻ മിസ്സിങ് ആണ്, ഹേമചന്ദ്രനെ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഈ റാണി മിസ്സായി കഴിഞ്ഞാൽ തൻ്റെ ഭാര്യയല്ല എന്ന് റാണിൻ്റെ മുഖത്തടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും തൻ്റെ പൂജ അവൾ എന്ന് അറിയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് അർജുൻ ഈ പൊട്ടക്കളിക്കൊക്കെ നിൽക്കുന്നത്. അല്ലാതെ അർജുനും കിരണും ഈ സത്യാവസ്ഥകളൊന്നും അറിയാഞ്ഞിട്ടല്ല. അത് കുറച്ച് എപ്പിസോഡുകൾ ഓടുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവട്ടോ, നമുക്ക് മുന്നിൽ കാണിക്കൂട്ടോ. അങ്ങനെ ഈ അർജുൻ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ഈശ്വര, എൻ്റെ കുടുംബത്തിൻ്റെ താളം തന്നെ തെറ്റിപ്പോകുന്നു, എന്ത് വന്നാലും മധുവാൻ്റെയും വസന്തനങ്ങൾ ഈ വീട് വിട്ടിറങ്ങാത്ത അവർ പോലും ഇറങ്ങിപ്പോയി, അവരുടെ അടുത്ത് യാതൊരു തെറ്റുമില്ല എന്ന് എനിക്ക് നന്നായി അറിയാം. ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത് റാണിയാണെന്നും അറിയാം. അതുപോലെ തന്നെ റാണിയെക്കുറിച്ചുള്ള ഫുള്ളായി അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ അന്വേഷിച്ചിട്ടും ഉണ്ടാവും കേട്ടോ. അങ്ങനെ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് റാണിയുടെ കയറി വരവ്. അങ്ങനെ അജുവേട്ട എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അർജുൻ വലിയ മൈൻഡൊന്നും കൊടുക്കുന്നില്ല. കാരണം ദേഷ്യം മുഴുവൻ റാണിയോടുണ്ട്, പക്ഷെ അത് കാണിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ റാണി എന്താ അജുവേട്ടൻ എന്താ എത്ര ടെൻഷൻ എന്ന് പറയുമ്പോൾ, അല്ല എൻ്റെ മനസ്സമാധാനക്കേട്, കുടുംബത്തിൻ്റെ താളമൊക്കെ തെറ്റി തുടങ്ങുന്നു, ഈ കുടുംബത്തിൻ്റെ ചിരിയും സന്തോഷമൊക്കെ നഷ്ടപ്പെട്ടു, ഓരോരുത്തരെ അകന്നു പോകുന്നു. ഇപ്പോൾ അഖിലും സ്നേഹയും പോയതുപോലെ തന്നെ ബാക്കി എല്ലാവരും ഇനി ഈ വീട് വിട്ട് ഇറങ്ങും, അതാണ് എൻ്റെ പേടി എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ഈഗോ പ്രകാരം ഇറങ്ങിയതല്ല. അപ്പം മധുവാൻ്റെയോ അവർ കട്ടത് പ്രകാരം കട്ടു എന്ന ആ തോന്നൽ മറ്റുള്ളവർക്ക് മുന്നിൽ അങ്ങ് തല ഉന്നിച്ച് നിൽക്കേണ്ടി വന്ന ആരും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുള്ളൂ എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അർജുൻ ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. തൻ്റെ പൂജ ഒരു കുടുംബത്തിൽ നിന്ന് ഒരാളെ പോലും വിടാത്ത പൂജ, ആ പൂജയുടെ സ്ഥാനത്ത് വന്നവൾ നേരെ തിരിച്ചും. അതാലോചിക്കുമ്പോൾ ഒത്തിരി സങ്കടമാവാണ് കേട്ടോ. അങ്ങനെ അജുവേട്ടൻ സങ്കടപ്പെടേണ്ട, അതൊക്കെ അവർ ചെയ്യുന്നതല്ലേ, നമുക്ക് നമ്മുടെ കാര്യം നോക്കാം എന്നുള്ള ആ മൈൻഡാണ് റാണിക്കുള്ളിൽ വരുന്നത് കേട്ടോ. എന്നാൽ ഈ സമയം മാധുരി ആണെങ്കിൽ വല്ലാത്ത ടെൻഷനിലാണ്. മാധുരിക്ക് മൊത്തത്തിൽ ടെൻഷൻ ആവാണ്. അപ്പോൾ മാധുരി പറയുന്നുണ്ട് അമ്മയോട് ഞാൻ ചെയ്തൊക്കെ തെറ്റായിപ്പോയി എന്നൊരു കുറ്റബോധം എനിക്കുണ്ട് എന്ന് മാധുരി ഇന്നലത്തെ എപ്പിസോഡിൽ പറഞ്ഞല്ലോ. അപ്പോൾ കനക ചേച്ചിയോട് ഈ വീടിൻ്റെ താളം തെറ്റി തുടങ്ങുകയാണ്, ഈ വീട്ടിലെ എല്ലാവരുടെയും അംഗസംഖ്യ ഇങ്ങനെ കുറഞ്ഞു പോകുന്നു, എല്ലാവരും ഈ വീട് വിട്ടിറങ്ങുന്നു, എൻ്റെ മോന് പോയി, ഇപ്പോൾ അത് മധു പോയി, എല്ലാത്തിനും ആരാണ് തെറ്റുകാരെന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിക്കാൻ ഒരാളും ഇല്ലാത്ത അവസ്ഥയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ കനക ചേച്ചി പറയാണ്, ഞാനൊരു കാര്യം പറയാം, നമ്മുടെ പൂജമോൾ തന്നെയാണ് ഈ വീടിൻ്റെ പല പ്രശ്നങ്ങൾക്കും കാരണം. പക്ഷെ അത് നമുക്ക് ആരുടെയും മുഖത്തടിച്ച് പറയാൻ പറ്റില്ലല്ലോ, പൂജമോളുടെ ഓരോ പ്രവൃത്തികൾ അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഞാനത് പറയുമ്പോൾ അപ്പോൾ എൻ്റെ കനക ചേച്ചിയും ഇനിയിപ്പോൾ പൂജമോളെ കുറ്റപ്പെടുത്തണം. നമ്മുടെ പൂജമോളെ ഒരിക്കലും ഞാൻ കുറ്റപ്പെടുത്തിയതല്ല, അവളുടെ ചില നേരത്തെ സ്വഭാവം പ്രവൃത്തിയും മട്ടും ഭാവമൊക്കെ കാണുമ്പോൾ അവളുടെ ദേഹത്തൊരു ബാധ കൂടിയതുപോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ ഇത് പൂജമോൾ തന്നെ ആയിരിക്കുമോ ചെയ്തത്. മധുവിൻ്റെ സംസാരം കേൾക്കുമ്പോൾ മധു അല്ല ചെയ്തിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ മാധുരിയോട് പറയാൻ കേട്ടോ. അപ്പോൾ മാധുരി ചോദിക്കുകയാണ് കനകേച്ചി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ തന്നെ പറയും ഞാൻ പറയാം, നമുക്ക് ഒരു ജോത്സ്യനെ കാണുന്നത് നല്ലതാണ്, ഈ വീടിന് എന്തോ ഒരു ദോഷമോ എന്തൊക്കെ പിടിപെട്ടതുപോലെ തോന്നുന്നു, ഒരുപക്ഷെ ബാധ എന്തെങ്കിലും നമ്മുടെ റാണിയുടെ പൂജയുടെ ദേഹത്ത് കയറിയതാണെങ്കിലോ അങ്ങനെ ആയിരിക്കാം എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് ശരിയാണെന്ന് മാധുരിക്കും തോന്നി തുടങ്ങുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം മധുവാണെങ്കിലോ തൻ്റെ ചേച്ചിയെ വിളിച്ചിട്ടുണ്ടാവും, അരുണിമയെ വിളിച്ചിട്ടുണ്ടാവും. അങ്ങനെ അരുണിമ എത്തുകയാണ്. അങ്ങനെ അരുണിമയോട് ചോദിക്കും എന്താ പ്രശ്നം എന്നൊക്കെ പറയുമ്പോൾ അവിടെ വീട്ടിലുണ്ടായ കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ. സ്വർണ്ണം പോയതും പിന്നീട് സ്നേഹയുടെ വീട്ടിൽ റോഡ് കൊണ്ട് വന്നതും ആ കഥയൊക്കെ തുടർന്ന് എല്ലാം പറഞ്ഞു കൊടുക്കണം കേട്ടോ. അങ്ങനെ മധു നീ എന്തായി പറയുന്നത്,
എൻ്റെ ചേച്ചി, നമ്മുടെ അമ്മയുടെ സ്വർണം ഒരിക്കലും ഞാൻ ഇന്നേ വരെ മോഷ്ടിച്ചിട്ടില്ല. അങ്ങനെ മോഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്നോ ചെയ്യായിരുന്നു. പിന്നെ പൂജയെ കുറ്റക്കാരിയാക്കണം എന്നുണ്ടെങ്കിലും എനിക്ക് എന്നോ ചെയ്യായിരുന്നു. ഒരിക്കലും ഞാൻ പൂജയെ പ്രതികാരം ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മുടെ അരുണിമ ചേച്ചിയുടെ, എൻ്റെ ചേച്ചിയുടെ മോളാണ് അവളെ അറിഞ്ഞതിന് ശേഷം ഞാൻ അവളെ എൻ്റെ സ്വന്തം മോളെ പോലെയാണ് നോക്കിയത്. എൻ്റെ മോളെ പോലെയാണ് ഞാൻ അവളെ കണ്ടത്. ഒരിക്കലും അവൾ തിരിച്ചു വന്നതിൽ എനിക്ക് സന്തോഷം തന്നെയുള്ളൂ. എനിക്കൊരിക്കലും ദുഃഖമില്ല. അതുപോലെ തന്നെ ഈ ഒരു അപകടത്തിന് ഞാനല്ല പങ്കാളി. പക്ഷേ ഇന്നലെ നമ്മുടെ മാധുരി ചേച്ചി ഓരോന്ന് എൻ്റെ മുഖത്തടിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമായി. പക്ഷേ ഞാനൊരു കാര്യം പറയാം, നമ്മുടെ കുടുംബം ഇപ്പോൾ തകർന്നും കൊണ്ടിരിക്കുകയാണ്. അതിന് കാരണക്കാരി പൂജ തന്നെയാണ് എന്ന് പറയുമ്പോൾ, എന്താണ് മധു നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇങ്ങനത്തെ രീതിയിലുള്ള സംസാരമൊന്നും പാടില്ല എന്ന് പറയാനായിട്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ മധു പറയും, ശരിയാണ്, ഞാനിങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല. പക്ഷേ തെറ്റ് കണ്ട തെറ്റിനെ തന്നെ സപ്പോർട്ട് ചെയ്യണമല്ലോ. ഇത്രയും കാലം നമ്മുടെ വീട്ടിൽ നിന്നൊരു സ്വർണം പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ ഇപ്പോൾ പൂജയുടെ പ്രവൃത്തി പറ്റ മോശമായി കൊണ്ടിരിക്കുകയാണ്. പഴയ പൂജയല്ല. ഞാൻ ഓരോ കാര്യങ്ങൾ എടുത്ത് പറയാം. അമ്മ അവൾക്ക് പലതും കൊടുക്കുമ്പോൾ, ഈ സ്വർണ്ണപ്പെട്ടി അവൾക്ക് കൊടുക്കുമ്പോൾ അവൾ വേണ്ടെന്ന് പറഞ്ഞു. പിന്നീട് അവിടുന്ന് വേറെയുള്ള കാര്യങ്ങൾ ആലോചിച്ചാൽ കുടുംബം ചിന്ന ഭിന്നമാവുന്നത് ഒരിക്കലും പൂജയ്ക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. ഇതിപ്പോൾ എന്തോ പൂജ ആകെ മാറിയതുപോലെ, വേറൊരാളായതുപോലെ എന്ന് പറയുമ്പോൾ, അപ്പം നീ എന്താ പറയുന്നത്? പൂജയുടെ സ്ഥാനത്ത് വേറെ ഒരാളാണ് വന്നിരിക്കുന്നത് എന്നാ നീ പറയുന്നത്? അങ്ങനെയല്ല ചേച്ചി, എന്തോ എനിക്ക് എന്തൊക്കെയോ ഒരു പന്തികേട് തോന്നുന്നു. എനിക്കിത് അർജുനോട് നികത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ചേച്ചിയോട് പറഞ്ഞത്. എനിക്കൊരിക്കലും ആ വീട്ടിലോട്ട് തിരിച്ചു പോകണമെന്നൊന്നുമില്ല. പക്ഷേ ഞാനൊരു തെറ്റ് ചെയ്യാതെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആ ഒരു ദുഃഖം എനിക്കുണ്ട് എന്ന് പറയാനേട്ടാ. അങ്ങനെ അരുണിമക്കും ആകെ ടെൻഷനാവുകയാണ്. എന്നാൽ ഈ സമയം ജ്യോത്സനെ കാണാൻ വേണ്ടിയിട്ട് കനകേച്ചിയും അതുപോലെ മാധുരിയും കൂടി വന്നിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പൂജയുടെ ആ ഒരു ജാതകവും അർജുൻ്റെ ജാതകമൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ജാതകമൊക്കെ നോക്കിയിട്ട് ജ്യോത്സ്യൻ പറയുന്ന വാക്കുകൾ കേട്ട് മാധുര്യമ്മ അങ്ങ് ഞെട്ടിപ്പോവാണ്. ജ്യോത്സ്യൻ പറയാണ്, ഈ പറയുന്ന ഈ ജാതകക്കാരി ഇന്ന് ആ വീട്ടിലില്ല, അവർ മിസ്സിങ്ങിലാണ്, അവരുടെ ഓർമ്മ നഷ്ടപ്പെട്ട് അവരെവിടെയോ ജീവിച്ചും കൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ, എന്താ നിങ്ങൾ ഈ പറയുന്നതെന്ന് പറയാനിട്ടോ. ഞാൻ പറയുന്നത് സത്യമാണ്. അവർക്ക് കുറച്ച് കാലം അങ്ങനെ ജീവിക്കേണ്ട ഒരു ഇത് ഈ ജാതകത്തിൽ കാണുന്നുണ്ടെന്ന് പറയുമ്പോൾ മാധുരിക്ക് കണ്ട് ദേഷ്യം പിടിക്കാനിട്ടോ. കനകേച്ചി ഇങ്ങനെ നോക്കുകയാണ്. അപ്പം കനകേച്ചി നിങ്ങളെ തല ഇങ്ങനെ ആട്ടുന്നുണ്ട്. അപ്പോൾ ഉടൻ തന്നെ കനകേച്ചി പറയാണ്, ആ ആളിപ്പോൾ ഞങ്ങളുടെ വീട്ടിലുണ്ടല്ലോ, പിന്നെ എങ്ങനെ ഇവൾ മിസ്സിങ് ആണെന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ, ഈ ജാതകത്തിൽ അങ്ങനെ കാണുന്നുണ്ട്, കുറച്ച് കാലം പിരിഞ്ഞ് ജീവിക്കേണ്ടി വരും എന്ന് കാണുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ് എന്ന് പറയുമ്പോൾ അവിടെ കനകം പറയാണ്, ഒരു പക്ഷേ സൂര്യപ്രഭയെ അന്ന് കാഴ്ച നഷ്ടപ്പെട്ട് കുറച്ച് ദിവസങ്ങൾ മിസ്സിങ് ആയല്ലോ, അതുമായിരിക്കും എന്ന് തിരിച്ചും പറയാണ് കേട്ടോ. അങ്ങനെ ചില സത്യങ്ങളൊക്കെ ഇങ്ങനെ മാധുരിക്ക് മുന്നിൽ ഇട്ട് കൊടുക്കുകയാണ് പൂജ എന്ന് പറയുന്ന വ്യക്തി. ഇപ്പോൾ ഒരു ഇതാണ്, അർജുനൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു, അങ്ങനെയുള്ള സന്തോഷ വാർത്തകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, പക്ഷെ ആ കുഞ്ഞിൻ്റെ ജനനത്തോടു കൂടി ഭാര്യ ഭർത്താക്കന്മാർ ആ കുഞ്ഞ് വയറ്റിലുണ്ട് എന്ന് അറിയുന്നതിനോടുകൂടി അവർ തമ്മിൽ കുറച്ച് പിരിഞ്ഞ് ജീവിക്കേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ, യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണല്ലോ ഇയാൾ പറയുന്നത് എന്ന ഭാവത്തിൽ മാധുരിയും കനകവും തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് കേട്ടോ. അങ്ങനെ കനകത്തിനോട് മാധുരി പറയുകയാണ്, ഇതൊക്കെ കള്ളങ്ങളാണ്, അതാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ, ഇല്ല, ഈ ജ്യോത്സ്യൻ പറയുന്ന അച്ചട്ടയാണ്, ഇയാൾ എന്ത് പറഞ്ഞതോ അതേ ഇന്നേ വരെ ആർക്കും നടന്നിട്ടുള്ളൂ, ഞാൻ തന്നെ പല കാര്യങ്ങളും മാധുരിയോട് പറഞ്ഞിട്ടില്ലേ, പിന്നെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ അവർക്കുള്ളിൽ ഒരു ഡൗട്ട് വരികയാണ് കേട്ടോ. പക്ഷേ എല്ലാവർക്കും മുന്നിലും ഡൗട്ട് വരുമ്പോൾ പൂജ അതേ രൂപത്തിലായതുകൊണ്ട് തന്നെ അവർക്കത് നികത്താനും കഴിയുന്നില്ല. എന്നാൽ ഈ സമയം അർജുൻ്റെ ഉള്ളിൽ ഈ ഹേമചന്ദ്രനെ തപ്പി ഈ കിരണും കിരണും അർജുനും കൂടി നടക്കുകയാണ്. കിരണിന് ഹേമചന്ദ്രനെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് എന്താണ് സത്യാവസ്ഥ എന്ന് പുറത്ത് കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഇനിയിപ്പോൾ കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂ ഈ ഒരു ഇതിന്. ഈ ഒരു റാണി എന്നുള്ള കഥാപാത്രം അർജുൻ അറിഞ്ഞിട്ടില്ല എന്നുള്ള അഭിനയം കുറച്ച് ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പുറത്ത് കൊണ്ടുവരും കേട്ടോ.